ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നതിന്റെ ഓർമ്മ പുതുക്കലുമായി കൊച്ചിയിൽ റിപ്പബ്ലിക് ദിനാഘോഷം കൊണ്ടാടി. കൊച്ചിൻ കാർണിവൽ സ്ക്വയറിൽ ഡെപ്യൂട്ടി കളക്ടർ മനോജ് ദേശീയ പതാക ഉയർത്തിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇന്ത്യ ഔദ്യോഗിക ഭരണഘടനയോടെ ജനാധിപത്യ രാജ്യമായി മാറിയതിന്റെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷമാണ് കൊച്ചിൻ കാർണിവൽ സ്ക്വയറിൽ സംഘടിപ്പിച്ചത്. ഡെപ്യൂട്ടി കളക്ടർ മനോജ് ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. 1947 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഒരു സമ്പൂർണമായ ജനാധിപത്യ റിപ്പബ്ലിക് ആവുന്നത് 1950 ജനുവരി 26-നാണ്. അത് 75 വർഷം പൂർത്തിയാക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ അത്ഭുതവും ഏറ്റവും വലിയ നമ്മളുടെ എല്ലാം കരുത്തും നമ്മളുടെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ഇന്ത്യയുടെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള വിവിധങ്ങളായ ജനവിഭാഗങ്ങളുടെ സമ്പൂർണമായ പിന്തുണ കൊണ്ടുകൂടിയാണ് നമ്മുടെ രാജ്യം ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. ഇന്ന് 75 വർഷം പൂർത്തിയാക്കുമ്പോഴും നമ്മുടെ രാജ്യം അതിൻ്റേതായ ചില ഉള്ളിൽ നിന്നും പുറത്തു നിന്നുള്ള പല ഭീഷണികളും നമ്മൾ നേരിടുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ, അതായത് ജനാധിപത്യത്തിൻ്റെ, പരമാധികാരത്തിൻ്റെ, ഭരണഘടനയുടെ എല്ലാ അടിസ്ഥാന തത്വങ്ങളെയും തമസ്കരിക്കുവാൻ വേണ്ടിയുള്ള പല ശക്തികളും നമ്മളുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. എങ്കിലും നമ്മളായി തന്നെ നിന്നുകൊണ്ട് നമ്മൾ ഇതിനെല്ലാം എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒരു വലിയ മഹാത്ഭുതം തന്നെയാണ്. മുൻ മേയറും കൊച്ചിൻ കാർണിവൽ ഉപദേഷ്ടാവുമായ KJ സോഹൻ, വൈസ് ചെയർമാൻ KK നദീർ, ജനറൽ സെക്രട്ടറി M സോമൻ മേനോൻ, കേരള വിഷൻ ഡയറക്ടർ PS രജനീഷ് എന്നിവർ സംസാരിച്ചു. നമ്മളതൊരു ജനാധിപത്യ റിപ്പബ്ലിക്കായി തുടരാം എന്ന് ഭരണഘടന അംഗീകരിക്കുമ്പോൾ ലോകത്ത് ഒരു രാജ്യവും വിശ്വസിച്ചിരുന്നില്ല ഇതിന് നമുക്ക് 75 വർഷം തേക്കാൻ സാധിക്കുമെന്ന്. നമ്മൾ അത്ര ദാരിദ്ര്യവും അത്ര പിന്നോക്കാവസ്ഥയും ഭക്ഷണത്തിന് പോലും വഴിയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വലിയ സാഹസം, ഒരു രാജ്യവും യാത്ര ചെയ്യാത്തൊരു വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ നമ്മുടെ സ്ഥാപക പിതാക്കന്മാർ തീരുമാനിച്ചത്. മഹാത്മജി ഇതൊന്നും കാണുവാനില്ലായിരുന്നെങ്കിലും ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി നിലനിർത്തണമെന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിശ്വസിച്ച് കൊണ്ടു കിടന്ന മഹാനായിരുന്നു. നമ്മളിങ്ങനെ 75 വർഷം ഈ നിയമനിർമ്മാണത്തിലൂടെ നമ്മുടെ തിരഞ്ഞെടുക്കുന്ന ആളുകൾ നിയമം നിർമ്മിച്ച് ആ നിയമത്തിലൂടെ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുമ്പോഴാണ് റിപ്പബ്ലിക് ആകുന്നത്. അപ്പോൾ അങ്ങനെ നിയമനിർമ്മാണ സഭകൾക്കെല്ലാം പ്രാധാന്യം കൊടുത്ത് പാർലമെൻ്റ് ആണെങ്കിലും അസംബ്ലികളാണെങ്കിലും എല്ലാം ഈ 2 സഭകൾക്കാണ് നിയമം ഉണ്ടാക്കാൻ അധികാരം. നഗരസഭകൾക്കോ മറ്റ് ഒരു അധികാരവുമില്ല. അങ്ങനെയുള്ള അധികാര സംവിധാനം ഈ നാട്ടിൽ നടപ്പാക്കുന്നതിനൊരു സംവിധാനവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലാണ് ഭരണാധികാരികൾ. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മനോജ് സാർ ഒരു മജിസ്ട്രേറ്റാണ്. നമ്മളെല്ലാം വിളിച്ചാൽ നമ്മൾ മുന്നിൽ വരണം. അത് ആ സ്ഥാനത്തിരിക്കുന്നവരാണ്. ആ സ്ഥാനങ്ങളെ മാനിച്ച് നമ്മൾ കാര്യങ്ങൾ കൊണ്ടു നടക്കും. നമ്മളിപ്പോൾ നേവി ദ്രോണാചാര്യയുടെ മുന്നിൽ ചെല്ലുമ്പോൾ അവിടെ മകൻ്റെ പ്രായമുള്ള ഓഫീസർമാർ വരുമ്പോൾ അപ്പൻ്റെ പ്രായമുള്ള സെക്യൂരിറ്റിക്കാരൻ സല്യൂട്ട് ചെയ്യണമെന്ന് നമ്മൾ കാണും. അത് ആ സ്ഥാനത്തിന് കൊടുക്കുന്ന ബഹുമാനങ്ങളാണ്. പലരും പല സ്ഥാനത്ത് കൗൺസിലർ, മേയർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ സ്ഥാനത്തിന് മാത്രമാണ്, വ്യക്തിക്കൊന്നും അതില്ല. ജനറൽ കൺവീനർ H ഹിദായത്ത്, PJ ജോസി, സ്റ്റീഫൻ റോബർട്ട്, ജോളി, റോഷൻ ജോൺ, അഡ്വക്കേറ്റ് ജയ ജോളി, പൈതൃക മ്യൂസിയം ഇൻചാർജ് ക്ലിൻസി ഫ്രാൻസിസ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.